അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന റമദാനാകുന്ന അതിഥി നമ്മളിലേക്ക് വന്നു. ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പോഴിതാ റമദാൻ അതിൻ്റെ തിരിഞ്ഞു നടത്തം തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, റമദാൻ അതിൻ്റെ അവസാന പത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ നിരന്തരമായി നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫൂൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മാപ്പ് നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാം മാപ്പ് നൽകുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ നമ്മളെ വിഷമിപ്പിച്ച ആളുകൾ, നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾ ഇതുപോലെ നമ്മളോട് മാപ്പ് ചോദിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഏത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? അവരുടെ മുന്നിൽ മുഖം തിരിക്കുകയായിരുന്നോ? അവരോട് കിട്ടിയ സമയത്തെല്ലാം പ്രതികാരം ചെയ്യുകയായിരുന്നോ? അതല്ല, വിട്ടുവീഴ്ചയോടുകൂടി അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ അള്ളാഹുവിനോട്, റബ്ബേ, നീ മാപ്പ് നൽകുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് പറയുമ്പോൾ, പടച്ചോനോട് നമ്മൾ മാപ്പ് ചോദിക്കുമ്പോൾ പടപ്പുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു പക്ഷേ ആ പറഞ്ഞ ആളുകൾ, നമ്മളോട് മാപ്പ് ചോദിച്ച ആളുകൾ, നമ്മുടെ മനസ്സിനെ കീറിമുറിക്കുന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും നിർവഹിച്ചവരായിരിക്കാം. എങ്കിലും വിട്ടുവീഴ്ച നൽകുക. ഈ റമദാൻ വിട്ടുവീഴ്ചയുടേത് കൂടിയാണ്. അതുകൊണ്ട് മാപ്പ് നൽകാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും മാപ്പ് നൽകുന്നവരാകുക. അള്ളാഹു നമുക്കെല്ലാം മാപ്പ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.